ഹായ് മൈ ഡിയേഴ്സ്. അപ്പോൾ ഇന്നൊരു വട്ടയിറ്റിനിടെ ആയാലോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പീടികയിൽ നിന്നാണ് കേട്ടോ. ഇവിടെയാണ് ഒരുപാട് ഉപ്പിലിട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ തന്നെ വയറ് കേടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അതൊന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ. ഫസ്റ്റ് തന്നെ കുടിച്ചത് ഈ ഒരു ഉപ്പ് സോഡയാണ് കേട്ടോ. ഗൈസ്, ആ വന്ന എക്സ്പ്രഷൻ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നാണ്. അത്രയും ആ വെയിലൊക്കെ കൊണ്ട് ആ ഒരു ഉപ്പ് സോഡ കുടിക്കുമ്പോഴൊരു സുഖം അതങ്ങ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയുമായിരുന്നു. ഞാൻ ഉപ്പിട്ടതും സനിക വാങ്ങിയിട്ടുണ്ടായിരുന്നു മധുരം ഇട്ടതുമായിരുന്നു. പക്ഷേ ആ മധുരം ഇട്ടത് വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു, ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു. ഉപ്പായിരുന്നു സൂപ്പർ ടേസ്റ്റ്. പിന്നെ ഒരു കേക്കാണ് കഴിച്ചത്. പിന്നെ കുറച്ച് ഇളനീ കഴിച്ചു, അതിൻ്റെ കുറച്ച് കാമ്പെടുത്ത് കഴിച്ച്. അപ്പം ഏകദേശം ഒന്ന് വയറ് ഫില്ലായപ്പോൾ പിന്നെ വീണ്ടും കറങ്ങാൻ ഇറങ്ങി. ഞാനാണ് ഇവിടുന്ന് ഈ എന്താ പറയുക ആ ഷെല്ലുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പെറുക്കി വയ്ക്കുന്നുണ്ടായിരുന്നേ. വേറൊന്നിനല്ല, എൻ്റെ നെക്സ്റ്റ് ട്രിപ്പ് എനിക്കിങ്ങനെ ഗോവയ്ക്ക് പോകണം എന്നാണ്. ഗോവയ്ക്ക് പോകുന്ന സമയത്ത് ഇവിടുന്ന് കളക്ട് ചെയ്ത ഷെല്ലുകൾ വെച്ചുകൊണ്ടൊരു ഓർണമെൻറ്റ്സൊക്കെ ഉണ്ടാക്കി ഇടണം എന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് അങ്ങനത്തെ കുറേ ഭ്രാന്തമായിട്ടുള്ള കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനിതാ ഓരോന്നിങ്ങനെ വെറൈറ്റികൾ നോക്കി ഇങ്ങനെ തപ്പിത്തെരഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള കുറേ ഷെല്ലിൽ ഇങ്ങനെ ഹോളുണ്ട് കേട്ടോ, നമുക്ക് ഈ മാലയിൽ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന പോലെയുള്ള. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉച്ചയ്ക്കാണ് ഫുഡ് കഴിക്കുന്നത്. ഉച്ചക്കത്തെ ഫുഡ് പറയാതിരിക്കാൻ വയ്യ ഗൈസ്. ഞങ്ങൾ ആദ്യം ഒന്ന് പേടിച്ചാണ് ഇവിടെ കയറി. കാരണം ഇവിടെ മീൽസിന് 200 രൂപയാണ് പറഞ്ഞത്. ഈശ്വര, 200 രൂപ കൊടുത്ത് ഈ ഒരു നോർമൽ മീൽസ് കഴിക്കണോ എന്നായിരുന്നു ഞങ്ങളുടെ ഒരു ഇത്. പിന്നെ അവിടെ എത്തിപ്പെട്ടപ്പോൾ ഇനി ഇവിടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടുന്ന് കഴിച്ചത് നല്ലൊരു തീരുമാനമായിരുന്നു. മീൽസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുവിധം എല്ലാ ഐറ്റംസ് ഉണ്ട്. നമ്മളെ അച്ചാർ, പച്ചടി, അവിയൽ, പപ്പടം, പിന്നെ പൂളയും ഈ ഒരു ചെമ്മീൻ റോസ്റ്റിൽ ഒരു ചെമ്മീൻ കറി, പിന്നെ ഒരു മീൻ വറുത്തത്, ഈ ഒരു മീൻ പൊരിച്ചത് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ എരിന്തിൻ്റെ തോരനാന്ന് തോന്നുന്നു, ആ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീനും അതുപോലെ തന്നെ നമ്മുടെ കരിമീനുമാണ് നമ്മൾ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് പപ്പടവും കറിയായിട്ട് എനിക്ക് തോന്നുന്നു രസം ഉണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, പരിപ്പ് കറി ഉണ്ടായിരുന്നു, മോരുകറി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 200 രൂപയ്ക്ക് വോത്താണ് കേട്ടോ ഈ ഒരു ഒറ്റ മീൽസ്. ഞാനിങ്ങനെ അവരോട് പറഞ്ഞു 200 രൂപ കേട്ടോ, 3-4 പ്രാവശ്യം ചോറൊക്കെ വാങ്ങാമെന്നൊക്കെ വിചാരിച്ചാൽ പോയതെങ്കിലും ആ ഫസ്റ്റ് ഇട്ട ചോറും ആ മീനും തന്നെ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അത്രയും വലിയ മീനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ നിന്ന് കഴിച്ചിട്ടുള്ള ആ ഫുഡ് കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും വെയിലത്ത് ഉണക്കാൻ വേണ്ടി ഇടാൻ പോയി കേട്ടോ. എൻ്റെ ഫേസൊക്കെ കണ്ടില്ല, ഞങ്ങളവിടെ കരിവാളിച്ചങ്ങ് എത്തിയിട്ടുണ്ട്. പക്ഷേ ട്രിപ്പ് പോയാൽ നമ്മളത് ആസ്വദിക്കണമല്ലോ. പിന്നെ അവിടുത്തെ കരിയലും പൊരിയലും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയിട്ട് ഒരു സോഡയും പിന്നെ ഒരു കേക്കും അതുപോലെ തന്നെ ഈ ലവ്ലോലിക്കാണോ ആ സാധനം ഉപ്പിലിട്ട്, ഞാൻ അതുവരെ കഴിച്ചിട്ടില്ല, അതും വാങ്ങി കഴിച്ചു. പിന്നെ ഒരു തേങ്ങാ ബിസ്ക്കറ്റും മന്തിയും കഴിച്ച് ഇന്നത്തെ കഴിപ്പ് അങ്ങനെ അവസാനിപ്പിച്ചു. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഇന്നത്തേക്ക് എത്രയുള്ളൊരു ബെൽ